Good morning. Today we are going to continue with our module 6 polymers. So far we have seen classification of polymers and the polymers terpenes, natural polymers terpenes. We will move on to another natural polymer, rubber. Rubber can be natural or synthetic. First we'll see what natural rubber is. Natural rubber is an acyclic polyterpenoid. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച പോളിമറും പഠിച്ചു, ടെർപ്പീനും പഠിച്ചു. അപ്പോൾ നാച്ചുറൽ റബ്ബർ ഇത് രണ്ടിൻ്റെയും കോമ്പിനേഷനാണ്. ഇറ്റ് ഈസ് എൻ അസൈക്ലിക് പോളിടെർപ്പിനോയിഡ്. അത് സൈക്ലിക് അല്ല, അസൈക്ലിക് ആണ്. ടെർപ്പീനാണ്, പോളിടെർപ്പിനോയിഡ് ആണ്. അതായത് ഒന്നിലധികം ഡൈടെർപ്പീൻ, സെസ്ക്വിടെർപ്പീൻ, അങ്ങനെ പല പല ടെർപ്പീൻസ് നമ്മൾ പഠിച്ചില്ലേ. അതിൽ ഒരുപാട് ഐസോപ്രീൻ യൂണിറ്റ്സ് ലിങ്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് നമുക്കിതിനെ അസൈക്ലിക് പോളിടെർപ്പിനോയിഡ് എന്ന് പറയാം. അപ്പോൾ എന്താണ് നാച്ചുറൽ റബ്ബർ എന്ന് ചോദിച്ചാൽ, ഇറ്റ്സ് എ സ്റ്റിക്കി ഇലാസ്റ്റിക് സോളിഡ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ ലാറ്റക്സ് ഒബ്റ്റെയിൻഡ് ഫ്രം ഇന്നർ ബാർക്ക് ഓഫ് റബ്ബർ ട്രീ. അപ്പം ഡെഫിനിഷനായിട്ട് ചോദിച്ചാൽ, നാച്ചുറൽ റബ്ബർ ഇസ് ദ സ്റ്റിക്കി ഇലാസ്റ്റിക് സോളിഡ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ ലാറ്റക്സ് ഒബ്റ്റെയിൻഡ് ഫ്രം ഇന്നർ ബാർക്ക് ഓഫ് റബ്ബർ ട്രീ. ഇതൊരു ഇലാസ്റ്റോമറാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡിപ്പെൻഡിങ് ഓൺ ദി നേച്ചർ ഓഫ് ഫോഴ്സസ്, polymers are classified into elastomers, fibers, thermosetting plastics, തെർമോപ്ലാസ്റ്റിക്സ്. അപ്പം അതിൽ ഇലാസ്റ്റോമറാണ് നാച്ചുറൽ റബ്ബർ. അപ്പം എന്താണ് ഈ ലാറ്റക്സ് എന്ന് പറഞ്ഞാൽ? ലാറ്റക്സ് ഈസ് ദ എമൽഷൻ ഓഫ് റബ്ബർ പാർട്ടിക്കിൾസ് ഇൻ വാട്ടർ. അപ്പം റബ്ബർ പാർട്ടിക്കിൾസ് വാട്ടറിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നതിനെയാണ് ലാറ്റക്സ് എന്ന് പറയുന്നത്. ഈ ലാറ്റക്സിൽ നിന്ന് എങ്ങനെയാണ് റബ്ബറിനെ നമ്മൾ വേർതിരിച്ചെടുക്കുന്നത്? ആദ്യം നമ്മൾ അതിനകത്തോട്ട് അസറ്റിക് ആസിഡ് ആഡ് ചെയ്യും. അഡീഷൻ ഓഫ് അസറ്റിക് ആസിഡ് ടു ലാറ്റക്സ് കൊയാഗുലേറ്റ്സ് റബ്ബർ. അപ്പം റബ്ബർ എമൽഷനായിട്ടിരിക്കുകയാണ്, അതിലോട്ട് അസറ്റിക് ആസിഡ് ആഡ് ചെയ്യുമ്പോഴത്തേനും അത് കൊയാഗുലേറ്റ് ചെയ്യും, റബ്ബർ പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. This is filtered and pressed into blocks or rolled into sheets and dried in air or smoked. അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടുന്ന റബ്ബറിനെ നമുക്ക് പ്രസിപ്പിറ്റേറ്റ് ചെയ്തു, അത് ഫിൽട്ടർ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ബ്ലോക്സ് ആയിട്ട് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഷീറ്റായിട്ട് റോൾ ചെയ്തെടുക്കാം. നമ്മൾക്ക് കണ്ടിട്ടുണ്ടാവുമല്ലോ റബ്ബർ ഷീറ്റുകൾ ഉണങ്ങാനൊക്കെ ഇടുന്നത് കണ്ടിട്ടില്ലേ. അപ്പം ഇങ്ങനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്തതിനെ നമ്മൾ റോൾ ചെയ്ത് ഷീറ്റാക്കിയിട്ട് വെയിലത്ത് ഉണങ്ങാനിടും. അതല്ലെങ്കിൽ അതിനെ സ്മോക്ക് ചെയ്തെടുക്കും, പുക അടുപ്പിച്ചും ഉണക്കി എടുക്കാറുണ്ട്. അപ്പോൾ ഇതാണ് ജനറൽ ഇൻട്രൊഡക്ഷൻ ടു നാച്ചുറൽ റബ്ബർ. ഇനി ഇതിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. റബ്ബർ ഈസ് പോളിടെർപ്പീൻ. അപ്പോൾ ടെർപ്പീൻസ് ആർ കമ്പോസ്ഡ് ഓഫ് ഐസോപ്രീൻ യൂണിറ്റ്സ്. അപ്പോൾ റബ്ബർ പോളിടെർപ്പീൻ എന്ന് പറഞ്ഞാൽ ഐസോപ്രീൻ എൻ ടൈംസ്, C5H8 എൻ ടൈംസ് ആണ് നാച്ചുറൽ റബ്ബർ. അപ്പം ഇത് ഉറപ്പിക്കാൻ വേണ്ടി നാച്ചുറൽ റബ്ബർ എടുത്തിട്ട് അതിനെ ഡിസ്ട്രക്റ്റീവ്ലി ഡിസ്റ്റിൽ ചെയ്യാണ്, ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഹീറ്റ് ചെയ്യാണ്. ഇൻ പ്രസൻസ് സ്ട്രോങ് ആസിഡ്സ് ഒക്കെ ഹീറ്റ് ചെയ്താൽ വി ഗെറ്റ് സിസ് ഐസോപ്രീൻ യൂണിറ്റ്സ് നമുക്ക് കിട്ടും. അപ്പോൾ ദാറ്റ് മീൻസ് നാച്ചുറൽ റബ്ബർ ഈസ് പോളി സിസ് ഐസോപ്രീൻ. ഓക്കെ, അപ്പോൾ ആക്ച്വലി സിസ് ഐസോപ്രീൻ എന്ന് പറയേണ്ട കാര്യമില്ല, ഐസോപ്രീൻ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഈ പോളി ഐസോപ്രീൻ നാച്ചുറൽ റബ്ബറാണ്. ഇനി ഇത് ട്രാൻസ് ആണെങ്കിൽ, സിസ് അല്ലെങ്കിൽ ട്രാൻസ് ആണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ഗുട്ട പെർച്ച. അപ്പം നാച്ചുറൽ റബ്ബറിൻ്റെ സ്ട്രക്ചറാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ഇതെല്ലാം സിസ് ആണ്, അതായത് സെയിം പ്രയോറിറ്റി ഗ്രൂപ്പ്സ് ആർ ഓൺ ദ സെയിം സൈഡ്. അപ്പം അതുകൊണ്ട് ഇതിനെ സിസ് ഐസോമർ എന്ന് പറയും. ഇനി അത് ട്രാൻസ് ആണെങ്കിൽ ഈക്വൽ പ്രയോറിറ്റി ഗ്രൂപ്പ്സ് ഓൺ ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് ഡബിൾ ബോണ്ട്. ഇവിടെ മീഥൈൽ ഗ്രൂപ്പ് ഇവിടെയും നമ്മുടെ പ്രൊപ്പൈൽ ഗ്രൂപ്പ് ഇവിടെയാണ്. അതുകൊണ്ട് ഇതിനെ നമുക്ക് എന്ത് പേര് പറയാം? ഗുട്ട പെർച്ച. ട്രാൻസ് ഐസോമർ ഈസ് കോൾഡ് ഗുട്ട. ഈ റബ്ബറിൻ്റെ പ്രോപ്പർട്ടീസ് ഇംപ്രൂവ് ചെയ്യാനുള്ളൊരു പ്രോസസ്സാണ് അടുത്തത്, വൾക്കനൈസേഷൻ. വൾക്കനൈസേഷൻ ഈസ് ഓൾസോ നോൺ ആസ് ഹാർഡനിങ് ഓഫ് റബ്ബർ. അപ്പം ഇനി എന്താണ് വൾക്കനൈസേഷൻ്റെ ഡെഫിനിഷൻ എന്ന് നോക്കാം.
Vulcanization of rubber is a process of improvement of the rubber elasticity and strength by heating it in the presence of sulfur, which results in three-dimensional cross-linking of the chain rubber molecules bonded to each other by sulfur atoms. അപ്പം നമുക്ക് ഈ ഡെഫിനേഷനെ മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. What is vulcanization? It is the process of improvement of rubber elasticity and strength. അപ്പം ഇത് എങ്ങനെയാ ചെയ്യുന്നത്? By heating it in the presence of sulfur. Okay. ഇനി ഇതുകൊണ്ട് എന്ത് നടക്കും? It results in three-dimensional cross-linking of the chain rubber molecules bonded to each other by sulfur atoms. Vulcanization is the process of improvement of rubber elasticity and strength by heating it in presence of sulfur, which results in three-dimensional cross-linking of the chain rubber molecules bonded to each other by sulfur atoms. ഇത് നമുക്ക് ഇതിൻ്റെ ഫിഗർ എങ്ങനെയാണ്, ഇതെന്താണ് പ്രോസസ്സ് എന്നുള്ളതിൻ്റെ ഫിഗർ നമുക്ക് കാണാം. ഇതാണ് നമ്മുടെ നാച്ചുറൽ റബ്ബർ പോളി ഐസോപ്രീൻ യൂണിറ്റ്സ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള രണ്ട് ചെയിൻസ് സൾഫറിൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുമ്പോൾ ദേ ഗെറ്റ് ക്രോസ് ലിങ്ക്ഡ്. ഇവിടെ വെച്ച് ഇത് ക്രോസ് ലിങ്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. രണ്ട് ചെയിൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്, ഇപ്പോൾ ഇത് ക്രോസ് ലിങ്ക്ഡ് ആയി. ഇവിടുത്തെ ഡബിൾ ബോണ്ട് പോയി അതിന് പകരം അവിടെ സൾഫർ ലിങ്കേജസ് വരികയാണ്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ വൾക്കനൈസേഷൻ എന്ന് പറയുന്നത്. It is carried out in presence of accelerators like diphenyl guanidine, mercaptobenzothiazole, zinc oxide, etc. ഇപ്പോൾ ഇതേപോലെയുള്ള മോളിക്യൂൾസിൻ്റെ പ്രസൻസിലാണ്. ഇതെന്തിനാണ്? ഈ ക്രോസ് ലിങ്കിങ് ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോമ്പൗണ്ടുകൾ യൂസ് ചെയ്യുന്നത്. Best physical properties are observed when 3% sulfur and 5% zinc oxide are used. ഏറ്റവും നല്ല പ്രോപ്പർട്ടീസ് കിട്ടുന്നത് 3% സൾഫറും 5% സിങ്ക് ഓക്സൈഡ് യൂസ് ചെയ്യുമ്പോഴാണ്. റബ്ബർ വൾക്കനൈസ്ഡ് വിത്ത് 30 to 50% സൾഫർ ഈസ് നോൺ ആസ് എബോണൈറ്റ്. എബോണൈറ്റ് എന്ന് പറഞ്ഞാൽ റബ്ബറിൻ്റെ ഒരു വേരിയേഷൻ ആണ്. വൾക്കനൈസ്ഡ് റബ്ബറാണ്, ബട്ട് ഇറ്റ് കണ്ടെയ്ൻസ് 30 to 50% സൾഫർ. അതിനെയാണ് നമ്മൾ എബോണൈറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് റബ്ബറിനെ കുറിച്ച് പഠിക്കേണ്ടത്. റബ്ബർ എന്താണ്, റബ്ബർ എങ്ങനെയാണ് ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നത്, റബ്ബർ നാച്ചുറൽ റബ്ബറിൻ്റെ സ്ട്രക്ചർ എന്താണ്, വൾക്കനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നാച്ചുറൽ റബ്ബറിനെ കുറിച്ച് പഠിക്കാനുള്ളത്.